ചില ബാധകൾക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല, വേറെ സ്വാധീനമില്ല. അപ്പം ചില ബാധകൾ അങ്ങനെയല്ല, ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെ അത് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. ശേഷി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ദേവതാ കോപം വന്നു പിന്നെ അതിന് ചിലപ്പോൾ ഊരാൻ പറ്റില്ല. ചില യക്ഷികളെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതിനൊരു കാരണവും കാണും. ഈ പ്രേതം, ഈ ആത്മാവ് പ്രവേശിക്കുക, അത് ഒഴിപ്പിക്കുക, ഒഴിപ്പിച്ച പ്രേതത്തിന് പിന്നെയും തിരിച്ചു വരിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരു അപ്പൂപ്പന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഈ മകൻ ചാടിത്തുള്ളിയൊക്കെ പറയുകയാണ്. അപ്പം അപ്പൂപ്പൻ ഇത് രഹസ്യമായിട്ട് ചെയ്തതാണ്. ചില രക്ഷസ വംശങ്ങളിലുള്ളവരൊക്കെ ഈ വന്നിരിക്കുന്ന കർമ്മിയേക്കാളും കഴിവുള്ളവരായിരിക്കും. വെൽക്കം ടു ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിന്ന് പോകുന്നുണ്ട്, ആചാരങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും. ഇന്ന് അതിനെപ്പറ്റി നമ്മോട് സംസാരിക്കാൻ ചേരുന്നത് ശ്രീ അനന്തു ശ്രീ ഗണേശൻ. വെൽക്കം ടു അവർ ഷോ. ഇപ്പോൾ ഒരുപാട് പേര് അത് എനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ കൂടോത്രം ചെയ്തതാണ് എന്ന് പരാതി പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ചെയ്യുന്ന പല ആചാര്യന്മാർ രഹസ്യമായി അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനായിട്ട് പൈസ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ ശാഖ എങ്ങനെ ഉണ്ടായി? അല്ല, ഇപ്പം നിങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപദ്രവമാണ്, നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ആളിനത് ഗുണമല്ലേ? അപ്പൊ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടാവുന്നൊരു അല്ല, അതിലുണ്ടോ? നമുക്കിപ്പം എല്ലാവരും ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. ശ്വാസം പുറത്തോട്ട് വിട്ടാലല്ലേ ശ്വാസം അകത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ ഇപ്പം എല്ലായിടത്തും ഉണ്ട് നന്മയും തിന്മയും. ഇപ്പം പ്യുവറായിട്ടൊരു നന്മ എന്ന് പറയുന്ന സാധനം ഒരിടത്തും ഇല്ല. ഇപ്പം നിങ്ങൾ ഒരു നന്മ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ ഒരു അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ നന്മ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഇരുന്നില്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടേണ്ട അവസരമല്ലേ അത്? അതെ. നിങ്ങൾ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ആ ആഹാരം വേറെ ആരെങ്കിലും കഴിക്കില്ലേ? അപ്പം അത് തന്നെയാണ് എല്ലായിടത്തും. നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ പോലും നന്മ തിന്മ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പം അങ്ങനെ ചിന്തിച്ച് പിന്നെ ആണ് ഒരു യോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ആചാര്യന്മാരൊക്കെ എഴുതിയ കാര്യങ്ങളിലുള്ളത്. അദ്ദേഹം ആദ്യം ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് പിന്നീട് ആഹാരം നിർത്തും. പിന്നെ ഉണങ്ങിക്കിടക്കുന്ന കായ്കനികൾ, ഇലകളൊക്കെ, അപ്പോൾ അതിലും ജീവനുണ്ടല്ലോ എന്ന് കഴിഞ്ഞാൽ അതും നിർത്തും. പിന്നെ പ്രാണൻ മാത്രം ഭക്ഷിക്കും, പിന്നെ അതും നിർത്തും. അങ്ങനെ സ്വയം ജീവൻ ദേഹത്തു നിന്ന് ത്യജിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ നന്മ തിന്മ കൂടോത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നന്മ ചെയ്യാൻ കഴിവുള്ളൊരു സാധനം കൊണ്ട് തിന്മയും ചെയ്യാം. കറിക്കരിയുന്ന കത്തി കൊണ്ട് കുത്തിയും കൊന്നൂടെ? അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് നിങ്ങളിപ്പം ഈ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പമല്ല ദേവതയ്ക്ക് സുഖദുഃഖങ്ങളുണ്ട്. പിന്നെ സൃഷ്ടി സ്ഥിതി സംഹാര അവസ്ഥകളുണ്ട്. ദേവതയ്ക്ക് ജനനവും ഉണ്ട്, മരണവും ഉണ്ട്. എല്ലാ ഈശ്വരന്മാർക്കും ഐ മീൻ ദേവതകൾ. ഈ ദേവതകൾ നമ്മൾ കുടിയിരുത്തുന്നത് മാത്രമല്ല, നമ്മൾ ഈ പുരാണങ്ങളിൽ പറയുന്ന ഇന്ദ്രാദി ദേവതകളുണ്ടല്ലോ, ഇന്ദ്രാദി ദേവതകൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ഇവർക്കെല്ലാം നാശമുണ്ട്. പക്ഷെ കൽപ്പാന്തങ്ങളാണ് അവരുടേത് അല്ലേ. പിന്നെ ഭാഗവതത്തിൽ തന്നെ ഒരു കഥയുണ്ട്. പിന്നെ കൃഷ്ണനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് വരുമ്പോഴത്തേക്ക് ഈ വേറൊരു ബ്രഹ്മാവിനെ തന്നെ എന്ത് ചെയ്യുന്നു, ഭഗവാൻ സൃഷ്ടിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിലും പറയുന്നുണ്ട്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ദേവിയെ കാണാൻ പോകുമ്പോൾ അവിടെ ദേവിയുടെ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇരുന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പലയിടത്തും ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മൾട്ടിവേഴ്സ് ആയിട്ടുള്ള ഒരു സങ്കല്പം ആണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നമുക്കറിയില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം കൂടോത്രം എന്ന് പറയുന്ന സാധനം അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ്, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന നന്മയാണ്, അച്ഛനും അമ്മയ്ക്കോ? അപ്പം എല്ലാം ആപേക്ഷികമാണ്. അപ്പം സത്കർമ്മം ദുഷ്കർമ്മം എന്ന് പറയുന്ന ഒന്നില്ല. പക്ഷെ നമ്മളൊരു നമ്മളൊരാളുമായിട്ട് ഫൈറ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി അവിടെ കൺസ്യൂം ആവും. നമ്മുടെ എനർജി അവിടെ കൺസ്യൂം ആകുമ്പോൾ അത് കൃത്യമായി റീഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഴും.
അപ്പോൾ പല താന്ത്രികന്മാർക്ക് അല്ലെങ്കിൽ മാന്ത്രികന്മാർക്ക് പറ്റുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇദ്ദേഹം ആത്മാർത്ഥമായൊരു കർമ്മം ചെയ്യും. എല്ലാ കർമ്മം ചെയ്തിട്ടും അതിന് റെസ്റ്റിംഗ് പീരീഡുണ്ട്, റിജുവനേഷൻ പീരീഡുണ്ട്. അത് കഴിഞ്ഞിട്ടേ അടുത്ത് പോകാവൂ. ഇത് സ്ഥിരമായിട്ട് ഇതായിരിക്കും. ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെ അത് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. ശേഷി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ദേവതാ കോപം വന്നു പിന്നെ അതിൽ നിന്ന് ചിലപ്പോൾ ഊരാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പം എന്നെ ഒരാൾ കൂടോത്രം ചെയ്തു ഞാൻ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളെ കൂടോത്രം ചെയ്തു ഇപ്പം നിങ്ങളെങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകാരണമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, നിങ്ങൾക്ക് ഉയരാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ തൊട്ടടുത്ത കടയിലൊക്കെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ കട വരുമ്പോഴത്തേക്ക് ആൾ മാറിപ്പോകുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾ പുറമേയൊക്കെ അന്വേഷിക്കും. ഒരു കാരണം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റാത്തവരാണ് ഇനി ഇതിലെങ്ങാനും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറുപടി പറയും, അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കൂ. അവർക്ക് അവരുടെ ഇഷ്ടമാണ്, വരുന്ന ആളുടെ ഇഷ്ടമാണ്. ചെയ്യാതെ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞില്ലേ, പാട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പാട്ട് കേട്ടാൽ മതി. ഇപ്പം നിങ്ങളിതൊരു വിശ്വാസിയാവണമെന്നല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? നന്നായി ജീവിക്കുക എന്നുള്ളത് തന്നെ. സന്തോഷമാണ്. സന്തോഷമാണ്. അതെ അല്ലേ? അപ്പം അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി സന്യാസിമാരിൽ ആനന്ദം എന്നുള്ള പേരിടുന്നത്. അൾട്ടിമേറ്റായിട്ട് നമ്മളെല്ലാം സന്തോഷിക്കാനാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യവും ചെയ്യുന്നതും ജോയ്ക്ക് വേണ്ടിയാണ്, ഒരു ജോയ്ഫുൾനെസ്സിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കുക. വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ നിർബന്ധമായിട്ട് പറയണമെന്നൊന്നുമില്ല. നിങ്ങൾ നല്ലതായിട്ട് ചെയ്യും, നല്ല ഭക്ഷണം കഴിച്ച് നല്ലപോലെ വ്യായാമം ചെയ്ത് നല്ല ചിന്തകൾ മനസ്സിലുണ്ടാക്കി പോസിറ്റീവായിട്ട് ജീവിച്ചാലും മതി. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെല്ലാം മനുഷ്യന് ഇതൊക്കെ ആവശ്യമാണ്. ഇപ്പം എല്ലാവരും യുക്തിവാദികളും മാനസികമായി ബലമുള്ളവരുമല്ല. കൂടുതൽ പേരും ഏറെക്കുറെ നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരുപാട് കുറവുകളുള്ളവരാണ്. അപ്പോൾ ആ കുറവിനെയൊക്കെ നികത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പലതും. ഇപ്പം നിയമം നോക്കുകയാണെങ്കിൽ, നമ്മുടെ നിയമം നോക്കുകയാണെങ്കിൽ ഒരാളെ നമ്മൾ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ കൂടോത്രം ചെയ്യുമ്പോൾ അതൊരിക്കലും നിയമവിരുദ്ധം ആവുന്നില്ല. ആ ചെയ്യുന്ന ആൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഞാൻ കൂടോത്രം ചെയ്യുന്ന ആൾ നശിച്ചു പോകണം. അപ്പൊ ശരിക്കും അതൊരു കുറ്റമല്ലേ? ശരിക്കും ഒരാളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമപ്രകാരത്തിൽ അതൊരു പഴുതില്ല. അയാളെ ശിക്ഷിക്കുക, കൂടോത്രം ചെയ്ത ഒരാളെ ശിക്ഷിക്കാൻ ഒരു പഴുതില്ല. അപ്പോൾ ശരിക്കും അതൊരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ? അല്ലേ, കൂടോത്രം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വേറൊരാളെ നശിക്കണമെന്ന് ആഗ്രഹിച്ചൂടെ? ആഗ്രഹിക്കുന്നതിനെ തെറ്റല്ലേ എത്തിക്കലി? അതെ അല്ലേ? ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുള്ളതല്ലേ. ഇതിനെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യ സമൂഹം ഉണ്ടോ? ഇല്ല. എല്ലാ കാലത്തും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫൈറ്റിംഗ് ഇല്ലേ? നമ്മുടെ ഉള്ളിൽ തന്നെ ഫൈറ്റിംഗ് ഉണ്ട്. നമ്മൾ ഈ ഷഡ്കർമ്മം നമ്മുടെ ഉള്ളിൽ തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ ദേവി ഭദ്രയെ കാളിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദേവി സംഹാരത്തിൻ്റെ ദേവതയാണ്, അവതാര ദേവതയാണ്. ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വന്ന അമ്മയാണ് കാളി. അപ്പോൾ അതിനപ്പുറത്തേക്ക് തലങ്ങളുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് നമുക്ക് പൊതുവെ പരിചയമുള്ള കാളി എന്ന് പറഞ്ഞാൽ ദാരികനെ വധിക്കാൻ വേണ്ടി വന്ന അമ്മ. അപ്പോൾ ദേവി സംഹാരത്തിൻ്റെ ദേവതയാണ്. പല സ്ഥലങ്ങളിലും നാട്ടിലും ദേശദേവതയായിട്ട് ഇരിക്കുന്നത് ദേവിയാണ്. അപ്പോൾ ദേവിയുടെ ഇതെന്ന് പറഞ്ഞാൽ സംഹാരമാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ ചില മുടിപ്പുരകളിൽ ആ ദേവിക്ക് കൊടുക്കുന്ന നേദ്യങ്ങൾ അത്തരത്തിലാണ്. ഓരോ ദേവതയ്ക്കും ആ ദേവതയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ബലി അടക്കം നടത്തുന്ന കാര്യങ്ങൾ. അപ്പം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആ ചെയ്യുന്നവൻ്റെ മനസ്സിലും ആ ഒരു ഭാവം വരണം. വന്ന് നിൽക്കുന്ന ആളുടെ മനസ്സിലും ആ ഭാവം വരണം. എന്നാലേ അവിടെ ദേവതയുള്ളൂ. എല്ലാം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ആ പ്രകൃതിയെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലെടുത്ത് ഇവിടെ കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ ഇന്നതാണ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന നല്ല കാറ്റൊക്കെ ഉണ്ട്, കൊള്ളാം ഇവിടെ, അത് നമ്മുടെ തോന്നലാണ്. അപ്പം അതുപോലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അത്തരത്തിലൊരു ഫീൽ ഉണ്ടാവണം. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. പണ്ടുള്ളവർ ചെയ്ത് വന്ന് അവർക്കുണ്ടായ തോട്ട്സും തോന്നലും ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദേവിയുടെ സാന്നിധ്യം വരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പന്തം കത്തിച്ച് വെച്ചിട്ടാണ് ദേവി കൊടുക്കുന്നത്. ദേവിക്ക് അഴലാണ് കൊടുക്കുന്നത്. നമ്മൾ അമ്മ പറയുമല്ലേ, അമ്മയെ തീ തീറ്റിക്കരുതെന്ന് പറയും. പക്ഷേ ഈ അമ്മ തിന്നുന്ന തീയാണ്, ജ്വാലാജിഹയാണ്. അമ്മ കഴിക്കുന്നതേ തീയാണ്. അതായത് മക്കളുടെ ദുരിതം കഴിക്കാൻ വേണ്ടിയുള്ള ഭാവത്തിലാണ് ദേവി നിൽക്കുന്നത്. അപ്പോൾ ആ ദുരിതത്തിനെ സംഹരിക്കാൻ ദേവി ഇരിക്കുന്നത്. ദാരികനെ സംഹരിച്ച് കഴിഞ്ഞിട്ടും ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുരിതവും ഓരോ ദാരികന്മാരാണ്.
ഈ ദാരികൻ്റെ ചോര വീണ് കഴിഞ്ഞാൽ അനേകം ദാരികന്മാരുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ കഷ്ടപ്പാട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വള്ളി പിടിച്ച് വേറെ വള്ളിയിൽ പിടിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശം. നമ്മൾ ഈ ദേവിയുടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ദോഷങ്ങൾ തീരുക. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ചെയ്യണോ വേണ്ടയോ. അസുരനും ദേവനും ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലേ? സഹായിക്കുകയുണ്ട്, അതുപോലെ തന്നെ സംഹാരവും ഉണ്ട് നമുക്ക് അല്ലേ? അച്ഛനമ്മമാരോടായിരുന്നാലും നമ്മളോട് തന്നെ ആയിരുന്നാലും ചിലപ്പോൾ നമ്മൾ ഡെസ്പറേറ്റ് ആവാറുണ്ട്. ചിലപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, ഞാൻ ചെയ്യും, എനിക്കൊരു വിഷയമില്ല എന്ന് പോകാറുണ്ട്. ചില സമയം നമ്മൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ് സമൂഹത്തിലേക്ക് അത് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കിയിട്ട് മുമ്പോട്ട് പോകാനൊന്നും പറ്റില്ല. കൂടോത്രം സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തോളൂ. യക്ഷി, അർഗുല, പിതൃബാധ, ഇതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? അതായത് ഈ പലതരത്തിലുണ്ട് ബാധകൾ, ഒരുപാട് ടൈപ്പ് ബാധകൾ പറയുന്നുണ്ട്. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ വിഘ്നേശ്വരൻ എന്ന് നമ്മൾ ഗണപതിയെ പറയേണ്ടത് എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? വിഘ്നങ്ങൾ മാറ്റുന്ന ആളായതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഓരോ ബാധകളെയും നമ്മൾ അതിൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഇപ്പം യക്ഷി, മറുത, അതുപോലെ പിതൃബാധ എന്നൊക്കെ പറയുന്നത്, ഈ മറുതയൊക്കെ ചില സ്ഥലത്തില്ല, ചില സ്ഥലത്തുണ്ട്. കേരളത്തിലായിരിക്കും മറുതകൾ ഉള്ളത്, ബാക്കിയുള്ള സ്ഥലത്തില്ല അല്ലേ? അപ്പോൾ ഇതിൽ പിതൃബാധ എന്ന് പറഞ്ഞാലും യക്ഷി എന്ന് പറഞ്ഞാലും മറുതയെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞാലും എല്ലാം ആപേക്ഷികമാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം മറുതയാണ് ഉപദ്രവകാരിയെങ്കിൽ ചിലർക്ക് വേറൊരാൾക്ക് യക്ഷിയായിരിക്കും, ചിലർക്ക് പിതൃബാധയായിരിക്കും. അപ്പം അപകടം എല്ലാം ആപേക്ഷികമാണ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ നിങ്ങളെ വളരെയധികം ഉപദ്രവിക്കുന്നു, വേറൊരാൾ വലിയ ഉപദ്രവമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അപകടകാരി ആരായിരിക്കും? ഏറ്റവും ഉപദ്രവിക്കുന്ന ആളാണ്. അതുപോലെയുള്ള ചില യക്ഷികളെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുക, അതിനൊരു കാരണവും കാണും. ഇപ്പോൾ പിതൃബാധ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ DNA ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അത് പെട്ടെന്ന് നമുക്ക് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും പിതൃക്കൾക്ക് പിതൃബാധ എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ, പ്രേതബാധയുണ്ട്. പിതൃക്കൾക്ക് നമുക്കൊരു അനുഗ്രഹ കലകളുള്ളതാണ്. അതിനെ പ്രേതബാധ തന്നെയാണ് പിതൃബാധ എന്ന് പറഞ്ഞ് പലരും പറയുന്നത്. പ്രേതത്തിനെ പിതൃവാക്കി മാറ്റുകയാണ് പിതൃശുദ്ധിയിലൂടെ ചെയ്യുന്നത്. അത് പിതൃ എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ദേവചൈതന്യമുള്ളതായി. പിന്നെ നമ്മൾ അതിനെ അനുഗ്രഹിക്കാൻ കഴിയണം, മറ്റത് അനുഗ്രഹം കെൽപ്പില്ല. അതുകൊണ്ടാണ് പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റൂമിലുള്ള ഫാന് കപ്പാസിറ്റർ പോയി, അത് കറങ്ങുമോ? ഇല്ല, കറങ്ങില്ല. കപ്പാസിറ്റർ ഇട്ടാൽ അത് കറങ്ങും. അതുപോലെ തന്നെ അപ്പോൾ അതിന് കപ്പാസിറ്റർ ഇല്ലെങ്കിൽ അതിന് കറങ്ങാനുള്ള കാറ്റ് തരാനും ശേഷിയില്ല. എന്നാൽ സ്വിച്ച് ഇട്ടാൽ കറണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും ചിലപ്പോൾ അല്ലേ? അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അത് നമ്മൾ ഉപദ്രവിക്കണമെന്നല്ല, അതിനുള്ള ശേഷി അതിനില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പം ലാക്ക് ഓഫ് കപ്പാസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് ഉപദ്രവമായിട്ട് ഇവഞ്ച്വലി മാറുന്നത്. മറുത എന്ന് പറയുന്നത് എൻ്റെ ഒരു സങ്കല്പമാണ്, മറുതായി എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അത് നമ്മൾ മാടനും നാഗർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഏകീകരിച്ച് വരുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഈ മറുത എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം ചില കഥകളിൽ പറയുന്നത് ദാരികൻ്റെ ഭാര്യയായിട്ടുള്ള മനോദരി ഭഗവാനെ തപസ് ചെയ്ത് വസൂരിമാല കയ്യിൽ വാങ്ങും. അപ്പോൾ ആ വസൂരിമാല കുടഞ്ഞിട്ടാണ് ദേവിക്ക് വരെ വസൂരി ഉണ്ടാക്കും. വസൂരിമാല അത് കൊടുങ്ങല്ലൂർ തൊട്ടടുത്തുണ്ട് വസൂരിമാല. ഇതൊരു കഥയാണ്. അപ്പോൾ പിന്നെ ദേവി അതൊക്കെ പിന്നെ ദേവി അവർ തമ്മിൽ എനിക്കൊന്നൊരു ഒരു തലമുറ മുന്നേ വരെ നാട്ടിൽ വസൂരി വന്നു കഴിഞ്ഞാൽ ദേവിക്ക് ഉത്സവവും ദേവിക്ക് മറ്റേ ബലി കൊടുക്കലും അങ്ങനെ ഒരു ചടങ്ങ് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അല്ല, പലർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അല്ല, അവരുടെ അനുഭവം, പലർക്കും ഒരു വലിയ സമൂഹത്തിന് അത് അനുഭവമാണ്. അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഈ മറുത എന്നുള്ളത് മറുതായി മറ്റൊരു ഉമ്മ, അപ്പം ദേവിയെപ്പോലെ തന്നെ ബഹുമാനിച്ച് കൊണ്ടുപോകുന്ന, അവിടെ എല്ലാ പൂജയും കാര്യങ്ങളൊക്കെ വിശേഷമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ വസൂരി വന്ന് മരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്ന് മരിക്കുന്നവരെ അവർക്ക് ദൈവീകമായിട്ടുള്ളൊരു ചൈതന്യം വരുമ്പോഴത്തേക്ക് അവർ നമ്മൾ മറുത എന്നുള്ള നിലയിലേക്ക്, പണ്ടുള്ള ഒരു വലിയൊരു ടോപ്പിക്കാണ് എന്ന് വെച്ചാൽ, പണ്ടത്തെ
നമ്മുടെ ഈ തെക്കൻ സമ്പ്രദായങ്ങളിലെ ദേവി എന്ന് പറയുന്ന ഒറ്റ ദേവിയേ ഉള്ളൂ. സംഘകാലത്തിലൊക്കെ ഉള്ള ദൈവത്തെ കൊട്രവൈ എന്ന് പറഞ്ഞാൽ ശിവന് തത്തുല്യമായ ദേവി, യുദ്ധദേവതയാണ്. അപ്പം നിങ്ങൾ മറ്റേ ഇതുണ്ടല്ലോ സിനിമ, നമ്മുടെ പൊന്നിയിൻ സെൽവനിലൊക്കെ കൊറ്റവയെ പറ്റിയൊക്കെ ദേവിയുടെ നൃത്തത്തിനെ പറ്റിയൊക്കെ സൂചനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് തെക്കൻ തിരുവിതാംകൂറിലുള്ള ആചാരങ്ങളെല്ലാം, തെക്കൻ തിരുവിതാംകൂറും കേരളത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് പിന്നെ പ്രധാനമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ഈ ദേവിയുടെ കൂടെയുള്ളവരാണ് ഈ പ്രേത ഭൂത പിശാച ഗണങ്ങളെല്ലാം. ഇവരുടെ ദേവിയുടെ പരിവാര ദേവതകളാണ്. മാടൻ, മറുത, യക്ഷി ഇതെല്ലാം ദേവിയുടെ കൂടെയുള്ളവരാണ്. അപ്പോൾ ഈ മറുത എന്നുള്ള ആ ഒരു മൂർത്തി സങ്കല്പത്തിലേക്ക് ഈ മരിച്ച ആത്മാക്കളെ എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുന്നു. അങ്ങനെയാണ് ഇതിനെ വെച്ച് ആരാധിക്കുന്നത്. പലയിടത്തും പല വിശ്വാസമാണ്. ചിലപ്പം ചില മറുതയെ സ്ത്രീയായി സങ്കല്പിക്കുന്നവരുണ്ട്, പുരുഷനായി സങ്കല്പിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അത് ദേശത്തിൻ്റെ ഭേദം അനുസരിച്ചിട്ടാണ്. പൊതുവെ മറുത എന്നുള്ള ഒരു പദത്തിൻ്റെ അർത്ഥം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മറുതായി എന്നുള്ള ഒരു ഇതിലാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ഈ ഒരിക്കൽ ഈ പ്രേതം, ഈ ആത്മാവ് പ്രവേശിക്കുക, അത് ഒഴിപ്പിക്കുക, ഒഴിപ്പിച്ച പ്രേതം തന്നെ പിന്നെയും തിരിച്ചു വരിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അത് മനഃശാസ്ത്രമാണോ, അത് വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ദേവി ശക്തിയുടെയോ അതിൻ്റെ ഒരു ഭാഗമാണോ അത്? അല്ല, എല്ലാം കണക്റ്റഡ് ആണല്ലോ. മനഃശാസ്ത്രവും ഈ ഇതെല്ലാം കണക്റ്റഡ് തന്നെയാണ്. ചിലരെ എല്ലാത്തിനെയും അങ്ങനെ വിഭജിച്ച് കാണുന്നു എന്നുള്ളത്. നമ്മൾ പണ്ടേ പറയല്ലോ, മരുന്നും മന്ത്രവും. മരുന്ന് ശരീരത്തിനും മന്ത്രം മനസ്സിനുമാണ്. അപ്പോൾ പിന്നെ ഈ പ്രേതാവസ്ഥ ഇപ്പം എൻ്റെ അനുഭവത്തിലായിരുന്നാലും നമുക്ക് അനുഭവം കൊണ്ടല്ലേ, നമുക്ക് കണ്ണിന് ഗോചരമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ പ്രേത സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ട്, അത് സംസാരിക്കുന്നുണ്ട്. നമുക്കും അവിടെ ഇരിക്കുന്ന പഴയ തലമുറയ്ക്കും പോലും അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് മുമ്പ് അറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഒരു അപ്പൂപ്പന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഈ മകൻ ചാടിത്തുള്ളിയൊക്കെ പറയുകയാണ്. അപ്പം അപ്പൂപ്പൻ ഇത് രഹസ്യമായിട്ട് ചെയ്തതാണ്, കാരണം വീട്ടുകാരെ പോലും അറിയിച്ചിട്ടില്ല. കാരണം ഈ സംഗതി ചെയ്തതെന്ന് അറിഞ്ഞ് ഈ കൂടോത്രമാണ്. അപ്പം അത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ചിലപ്പോൾ ശത്രുവാകും, അല്ലെങ്കിൽ സ്വന്തം ചുറ്റുമുള്ളവരൊക്കെ ഇയാൾക്ക് വിഷയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇയാളുടെ കൊച്ചുമോൻ അത് അയാളുടെ മുമ്പിലിരുന്ന് പറയുകയാണ്. ഇയാൾ ഞെട്ടിപ്പോയി. കൊച്ചുമോനെ ഇയാളെ ഉപദ്രവിച്ചു, ലിറ്ററലി ചവിട്ടി മൂക്കൊക്കെ പൊട്ടിച്ച്, അങ്ങനെ ഭയങ്കര വിഷയമൊക്കെ ആയി. നമുക്ക് അങ്ങനത്തെ ഭീകരമായ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ഈശ്വരൻ്റെ എന്തോ ഒരു ദൈവികത, എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ ഈ കള്ളന്മാരെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പോലീസിനെ വിളിക്കണം എന്ന് പറയും പോലെ. ഇപ്പം അല്ലെങ്കിൽ താഴെ പിന്നെ ലെവലിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ നിവേദനം കൊടുത്ത് പരാതി കൊടുത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ് കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മളവിടെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ വരുമ്പോൾ അവർക്ക് ഒതുങ്ങി നിന്നല്ലേ പറ്റും. അവരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നമ്മളിവരെ ആവാഹിക്കുകയോ ശക്തി കുറച്ച് എടുക്കുകയൊക്കെ ചെയ്യും. ചിലരുടെ ശരീരത്തിൽ ചിലർക്ക് മനഃശാസ്ത്രമാണ് കേട്ടോ, ചിലർ മനഃശാസ്ത്രമല്ല, ചില അടവുകളും കാണിക്കാറുണ്ട്. അതൊക്കെ ഒരുപക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കർമ്മിക്ക് മനസ്സിലാവും കള്ളത്തരമാണോ അല്ലാന്ന്. ജെന്യുവിനായിട്ടുള്ളതാണെങ്കിൽ പുള്ളി കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ പുള്ളിക്കത് മനസ്സിലാവും. അല്ലാത്തവരെ കൃത്യമായിട്ട് ഈ ഇദ്ദേഹത്തിന് എടുക്കാൻ വളരെ എക്സ്പീരിയൻസ്ഡും ആണ്, നല്ല അറിവും വേണം അതിൽ. അപ്പം ഈ ബാധ ഒഴിപ്പിക്കലെന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമൊന്നുമല്ല. അതിന് വളരെ ഒരു എന്താ പറയുക, പ്രിസൈസ് ആയിട്ടുള്ളൊരു മൈൻഡ് വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബാധയൊക്കെ മാനസികവുമാണ് കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്നവനിലേക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ, നമ്മൾ ഈ മുല്ലപ്പൂമ്പോടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം. ബാധ ഒഴിപ്പിക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നീട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ അതിനൊക്കെ പോകാവൂ. ഒരു സംഭവം വിജയിച്ചത് കൊണ്ട് ചിലപ്പം മറ്റൊരു സംഭവം വിജയിക്കണമെന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കി ചെയ്യണമെന്നാണ്. നമ്മൾ ഈ പരിഹാരം ചെയ്യുമ്പോഴത്തേക്കും മാറി നിൽക്കുന്ന ബാധകളെ പറ്റി കേൾക്കാറുണ്ട്. അതായത് നമ്മൾ പരിഹാരം ചെയ്യുന്നു, പോകുന്നു, ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും തിരികെ വരുന്നു. അതിനെപ്പറ്റി അതിൻ്റെ ഒരു ശാസ്ത്രം എന്തായിരിക്കും? ചില ഓരോ കാറ്റഗറി ആണല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മാറി നിൽക്കാൻ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ പോകാനും വരാനും ഒക്കെ ഒരു കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ആളാണ്. നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറുന്നത് പോലെയാണ് ബാധയും.
ചില ബാധകൾക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല, വേറെ സ്വാധീനമില്ല. അപ്പം ചില ബാധകൾ അങ്ങനെയല്ല, ഒരു ഒമ്നി പൊട്ടൻസി കാണിക്കും. അതായത് ചില ബാധകളുണ്ട്, നമ്മൾ പൂജയ്ക്ക് ചെല്ലുമ്പോഴേ ദേശം വിട്ടോളും, ദേശം വിട്ട് മാറി നിൽക്കും. അത്രയും കഴിവുള്ള, അതായത് ചിലതൊക്കെ ജീവിച്ചിരുന്നവരായിരിക്കും, ജീവിച്ചിരുന്ന എന്തെങ്കിലും സ്പിരിച്വലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുള്ള ആൾക്കാരൊക്കെയാണ് ആ സമയത്ത് ദുർമരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്. ഇതിപ്പം പറയുന്നത് അനുഭവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ആത്മാവ് സ്വാധീനിക്കുന്ന വ്യക്തികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ നമ്മൾ ഈ പൂജ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ, കർമ്മം ചെയ്യാൻ ചെല്ലുമ്പോഴേക്ക് തന്നെ പിന്നെ ഇവരവിടെ നിന്ന് മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ അന്ന് വരെ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരുന്ന ആൾ പിന്നെ അനങ്ങൂല, ഒരു വിഷയമില്ല, നോർമലായിട്ടിരിക്കും. അപ്പം അങ്ങനെ അത് ബാധാശക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക റിച്വൽസ് ഉണ്ട്, ഈ ബാധയെ ആകർഷിക്കാനും കൊണ്ടുവന്ന് പിന്നെ ഇവിടെ തന്നെ ഇടാനും സ്തംഭിപ്പിച്ചിടാനും ഒക്കെ റിച്വൽസ് ഉണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പം ഓരോ ബാധകളുടെ കഴിവനുസരിച്ചിട്ടാണ്. ചില രക്ഷസ വംശങ്ങളിലുള്ളവരൊക്കെ ഈ വന്നിരിക്കുന്ന കർമ്മിയേക്കാളും കഴിവുള്ളവരായിരിക്കും. അവർ ചിലപ്പോൾ ഈ ഒരുപാട് ജപതപങ്ങളൊക്കെ ചെയ്ത് അത്രയും വർഷം പഴക്കമുള്ളതായിരിക്കും. അപ്പം നമ്മൾ ചെന്നിരുന്ന് ഒരു 10-20 വർഷം അല്ലെങ്കിൽ 10 വർഷം 20 വർഷം ജപസിദ്ധിയുള്ള നമ്മൾ 100 വർഷ കാലഘട്ടമായിട്ട് ഈശ്വരനുമായി ചിലർക്ക് ചില ബാധകൾക്ക് ഇപ്പം നമ്മളെ ഉപദ്രവിക്കുന്ന അതിനൊരു കാരണം കാണും. നമ്മളെ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം മൊത്തം പ്രശ്നം എന്ന് കേട്ടിട്ടില്ലേ? ചില സിനിമകളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ വരുന്നതിന്റെ കാരണം എന്താണ്? പലർക്കും ഉണ്ടായ അനുഭവം ഇതിലേക്ക് ക്രോഡീകരിക്കുന്നതാണ് ഈ സിനിമ. അപ്പം ഈ കാര്യം പിന്നെ ചിലർക്കുണ്ടാകുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ വളരെ ആ ദേവതയുടെ ഏതെങ്കിലും ഒരു ദേവതയുടെയൊക്കെ ഒരു സംരക്ഷണമുള്ള മൂർത്തികളായിരിക്കും, ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ. അപ്പോൾ ഈ ബാധകൾ നമുക്ക് ആവാഹിക്കാൻ പറ്റില്ല. കാരണം നേരെ ഇവർ എന്ത് ചെയ്യും? ആ ദേവന്റെ സംരക്ഷണത്തിലോട്ട് പോകും. അപ്പോൾ ആ ദേവനെ കൺവിൻസ് ചെയ്യണം നമ്മൾ ആദ്യം. ബിസിനസ് ഡീൽ സംസാരിക്കുന്ന പോലെ അത് ശരിക്കും അങ്ങനെയാണ്. അതിനൊക്കെ ഒരു പ്രത്യേക രീതികളുണ്ട്. അതിപ്പം നമ്മൾ അവലംബിക്കുന്നത് ഒരു രീതി, അല്ലാതെ ഇത് ക്രൈസായിട്ട് നടക്കുന്നവരുണ്ട്. ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പം നമ്മളെ നാട്ടിൽ മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിൽ ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ക്യാമറ മറ്റേ പ്രൊഫഷനാക്കി നടക്കുന്നവരുണ്ട്. പലരും പല രീതിയാണ്. ഇപ്പം നമ്മൾ അത് നമുക്ക് ഈ കവടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് അറിയാം ദേവതയുടെ സംരക്ഷണം ഇതിനുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒന്നിലധികം ബാധകൾ കാണും. ഒന്നിലധികം ബാധകൾ ഉണ്ടെങ്കിൽ ശത്രുക്കളെല്ലാം ഒന്നാവും എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒന്നാവുമ്പോഴത്തേക്ക് ഇവർക്ക് ബലം വർദ്ധിക്കുമ്പോൾ ഇവരെ പിടിച്ചാൽ കിട്ടൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാധയെ ഭിന്നിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യണം. അതാണ് യുക്തി. ശരിയായ മാന്ത്രികം പഠിച്ച ആൾക്കാർ അങ്ങനെ ചെയ്ത് ബാധയെ ഭിന്നിപ്പിച്ചതിന് ശേഷം ഓരോരുത്തരെയായിട്ട് ഓരോരുത്തരെ ആവാഹിക്കുകയോ അല്ലെങ്കിൽ തറയ്ക്കേണ്ടവരെ തറയ്ക്കും, ആവാഹിക്കേണ്ടവരെ ആവാഹിക്കും, ശുദ്ധി ചെയ്യേണ്ടവരെ ശുദ്ധി ചെയ്യും. അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പം നമ്മൾ പല വിഭാഗത്തിലുണ്ട്. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം, ഒരു അൾട്ടിമേറ്റ് ഒരു പരിഹാരം ഉണ്ടാവും. അങ്ങനെയാണ്. ഈ തലമുറകളെ ഉപദ്രവിക്കുന്ന ബാധകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് അച്ഛനെ, മകനെ, അത് അയാളുടെ അടുത്ത ജനറേഷനെ. അപ്പൊ അതിനൊക്കെ ഒരു അവസാനം എന്തായിരിക്കും? ഇതിനെല്ലാം അവസാനം കാരണം കണ്ടെത്തണം. നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് റീസൺ വേണ്ടേ? ജസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരുപാട് എന്നെ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു റീസൺ ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങളെ ഉപദ്രവിച്ചു, അത് ഒട്ടും ധർമ്മമല്ല, ആ വൈരാഗ്യം നിങ്ങളെ മനസ്സിൽ കിടക്കും എന്നായിരുന്നാലും, അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഈ ബാധകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാം നമുക്ക് ബാധയാവും കേട്ടോ. പിന്നെ എന്തു പറയാൻ, ആപൽ ബാന്ധവൻ തന്നെ അന്തകനും ആവും, അല്ലേ? നമുക്കിപ്പോൾ നമ്മളെ ശരീരത്തിലെ ഈ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥകളിലുള്ള അവയവങ്ങൾ തന്നെ ഡാമേജ് ആവുന്നില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ ആപത്തുകൾ സംഭവിക്കുന്നില്ലേ? അതിനാണ് ആ അവയവമാണ് നമ്മൾ ഇത്രയും കാലം ഇത്രയും ജീവിപ്പിച്ചത്, അല്ലേ? അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് അതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അച്ഛനെയും മകനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ അതിന് സ്ട്രോങ് റീസൺ കാണും. അതിനെ നമ്മൾ ശാന്തി ചെയ്ത് കഴിയുക. എന്താണ് ചെയ്യേണ്ടത്? ചിലതിനെയൊക്കെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്തംഭിപ്പിക്കേണ്ടി വരും.
അത് പിന്നെ ഒരു തലമുറ ഒരു 120 വർഷമൊക്കെ എന്തോ ഒരു മനുഷ്യ ആയുസ് സ്തംഭിച്ച് കിടക്കും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവർ വീണ്ടും വരും. പിന്നെ വേറൊരു ഇതിലുള്ള ഒരു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്തു, ഒരു ബാധയ്ക്കെതിരായിട്ട് കർമ്മം ചെയ്തു, പക്ഷേ ആ കർമ്മം പൂർത്തിയായിട്ടല്ല ചെയ്തത്, സത്യസന്ധമായിട്ടല്ല ചെയ്തത്, അല്ലെങ്കിൽ അതിനെത്തേണ്ട കാര്യങ്ങളൊന്നും എത്തിച്ചിട്ടില്ല ആ കർമ്മത്തിന് വേണ്ടുന്ന കാര്യം. അപ്പോൾ പറയുന്നത് ആ കർമ്മത്തിൽ ആ ബാധ എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ആ കർമ്മം പൂർത്തിയാവാതെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ കർമ്മത്തിൻ്റെ ബലം കൂടെ ബാധയ്ക്ക് കിട്ടും. അപ്പോൾ ഇദ്ദേഹം ഒന്നുകൂടെ ബലവാനാവും. പിന്നെ അടുത്ത് വരുന്നവന് ഇരട്ടി ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങളിപ്പം അപ്പൂപ്പന് ബുദ്ധിമുട്ടുണ്ടായി, അപ്പൂപ്പൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. തൽക്കാലത്തേക്ക് ഒരു പെയിൻ കില്ലർ കഴിച്ച് ഒരു വേദന ഒന്ന് ശമിപ്പിച്ചു. പെയിൻ കില്ലർ കഴിച്ച് വേദന ശമിപ്പിക്കുമ്പോൾ അസുഖം മാറുന്നില്ല, അസുഖം അവിടെ ഇരുന്ന് മൂർച്ഛിക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് ചെറിയ എന്തെങ്കിലും ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് പിന്നെ അവൻ ആ ബലവും കൂടെ എടുത്തിട്ടാണ് അടുത്ത് വരുന്നത്. അച്ഛൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അച്ഛനും എന്തെങ്കിലും ചെയ്തു, മക്കളെയൊക്കെ ഒരുവിധം വളർത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അച്ഛനും പെയിൻ കില്ലർ കഴിച്ചു, വേദന ഒന്ന് കുറച്ചു, അടുത്ത മകനിലേക്ക് എത്തുന്നു. മകനിലേക്ക് എത്തുമ്പോഴായിരിക്കും ഇത് പെയിൻ കില്ലർ കഴിച്ചാലും മാറാത്തൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ, ചില അനുഭവങ്ങളും അങ്ങനെയാണ്. ഈ ആണിലടി തറയ്ക്കുക എന്നുള്ളത് ശരിക്കും ഉള്ളതാണോ, സിനിമ പരിപാടി മാത്രം? അല്ല, അതിലുണ്ട്. നമ്മളെ റിച്വൽസിലൊക്കെ ആണി കൊണ്ട് തറയ്ക്കുന്ന ഒരു സംവിധാനം. ആൽമരത്തിൽ തറയ്ക്കുക എന്നുള്ളത് ആൽമരത്തിൽ മാത്രമല്ല, അത് പല വിധാനങ്ങളാണ് കേട്ടോ. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ പാവയിൽ തറയ്ക്കാറുണ്ട്, ചിലർ ആണി കൊണ്ട് മരത്തിൽ തറയ്ക്കാറുണ്ട്. അതൊക്കെ ഓരോ വിധാനമാണ്, ഓരോ വ്യവസ്ഥ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി വരുന്ന ഭാഗം നിങ്ങളെ അതിശയിപ്പിക്കും, നിങ്ങളെ ചിന്തിപ്പിക്കും. സ്റ്റേ ട്യൂൺ, ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്.